ഇപ്പോൾ തങ്ങൾ ദുആ ചെയ്യാട്ടോ. ഈ ദുആയില് 10,000-ത്തിന്റെ ആളാണ് ഈ ലൈവ് ഇന്ന് ഇവിടെ കാണുന്നത്. നമ്മൾ നോക്കണം, 10,000 ആൾ ഈ ലൈവ് കാണുന്നത് മാത്രല്ല, ഇതിന് ആമീൻ പറയാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും തിരക്ക് കൂട്ടുകയാണ്. ഒരു വട്ടം പറഞ്ഞോലെ തന്നെ പിന്നെയും പറയുന്നത്. നമ്മൾ നോക്കുക ഇതിലൊക്കെ ആരൊക്കെയാണ് ആമീൻ പറയുന്നത്. ലത്തീഫ്, നസീറ, ആദിൽ, കാസിം, ആയിഷ, ഖദീജ, ഷഫീഖ്, സുലൈഖ, സൽമ. ഓരോരുത്തരുടെ വിഷമങ്ങൾ ഈ മജ്ലിസ് വാനോളം ഉയരട്ടെ, ആമീൻ ദുആ ചെയ്യാണ് വേറൊരാള്. അപ്പം ഇതൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. വേണ്ട തങ്ങളുപ്പ, എൻ്റെ ഭർത്താവ് സൗദി ജയിലിലാണ്, എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടി തങ്ങളുപ്പ ഒന്ന് ദുആ ചെയ്യണമെന്ന് പറയാണ് ഒരു സ്ത്രീ വന്നിട്ട്. അപ്പം അങ്ങനത്തെ ഓരോ വിഷമങ്ങൾ തങ്ങളെടുത്ത് വന്നിട്ട് ഓരോരുത്തർ പറയുക, ഞാൻ ആഫിയ SSLC എക്സാം എഴുതിയതാണ്, ഫുള്ള് A+ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. മോള് വന്ന് പറയുന്നത് എന്താ, അവളെ വിഷമം, ഇത് അവളെ വിശ്വാസമാണ്. അതിന് തങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിൽ ആ ദുആ ആ മോളെ ഹൃദയത്തിലേക്കൊന്ന് എത്തിക്കഴിഞ്ഞാൽ അവൾക്ക് പഠിക്കാനുള്ള ഒരു മനസ്സ് കിട്ടുമല്ലോ. അപ്പം ഇതൊക്കെയാണ് തങ്ങൾ ചെയ്തല്ല. തങ്ങൾ വേറൊരു ദ്രോഹം ചെയ്യേ, ഒരു പെണ്ണുങ്ങളെ കൂടെ പോവേ, ഒരാളുടെ കള്ള് കുടിക്കാൻ വേണ്ടിയിട്ട് പറയേ, ലോകത്തിന് നാശത്തിലേക്ക് കൊണ്ടുപോയി ഒന്നും തങ്ങൾ ചെയ്യുന്നില്ലല്ലോ. ഇത് നോക്കണം, 10,000 ആൾ, 9,735 ആൾ ഇപ്പോൾ ഈ ലൈവ് കാണുന്നുണ്ട്. ഏകദേശം 10,000-ന് മുകളിലുണ്ടാവും. ഇപ്പം നോമ്പ് തുറക്കാൻ സമയമായതുകൊണ്ട് പെണ്ണുങ്ങളൊക്കെ ജോലി തിരക്കിലായിരിക്കും. പ്രവാസികൾക്ക് വേണ്ടി കണ്ടോ. സന്തോഷം നൽകണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, വിധവകളുണ്ട്, കല്യാണം ശരിയാവാത്തവരും. ഒരു അബൂബക്കർ ആമീൻ പറഞ്ഞ തിരക്ക്, ആമീൻ എത്ര പറഞ്ഞാലും മതിയാകുന്നില്ല. അത്രക്കും ആളുകൾ ഇതിന് വേണ്ടിയിട്ട് തങ്ങളെ സ്നേഹിക്കാണ്. ഞാനിപ്പോൾ ഒരു ദുആ കണ്ട്, അവിടെ ഒരു കാലിൽ ആണി കയറിയിട്ട് അതിനു വേണ്ടി ഹോസ്പിറ്റലാണ് ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇതൊക്കെ നമ്മൾ കാണുക. മറ്റുള്ളവരെ കളിയാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കിയ ആളുകളെ നമ്മൾ സങ്കടപ്പെടുത്താതിരിക്കുക. അതും പരിശുദ്ധമായ റമദാൻ മാസത്തിലൊക്കെ ഈ തങ്ങളെക്കുറിച്ച് തങ്ങൾ തന്നെ പറയുക, എന്നെ എന്തൊക്കെ പേര്, എനിക്ക് ആ പേരൊന്നും പറയാൻ ഇവിടെ കഴിയുന്നില്ല, എന്തൊക്കെ പേര് നിങ്ങൾ വിളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, നമ്മളെ കൊണ്ട് കഴിയുന്നത് നല്ലത് എന്തെങ്കിലും. ഒരാൾ മോശം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് പറയാം, നല്ലത് ചെയ്യുന്നത് എന്തിനാണ് അവരെ ഉപദ്രവിക്കാൻ നമ്മൾ പോകുന്നത്. ആ ചിരി കണ്ടോ, ഞങ്ങളെ പുഞ്ചിരി കണ്ടോ, മുഖത്തുള്ള ഒരു പുഞ്ചിരി. കമൻറ്റുകൾ വായിച്ചിട്ട് അതിനു വേണ്ടി തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഞാനൊരു കമൻറ്റ് എഴുതി വിട്ട് അതും തങ്ങൾ വായിച്ചു. കരളിന്റെ ഉരുക്കങ്ങളറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെന്റെ തമ്പുരാനേ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അറിയാതെ പിഴച്ചു ഞാൻ നടന്നു, നേർവഴി കാട്ടി പിഴവെല്ലാം പൊറുത്തിടനെ, നേർന്ന മനസ്സിൽ കൂലിർ വീശിത്തരേനെ. എന്താലേ അതൊക്കെ ഈ വിഷമത്തിൻ്റെ ഇടയിലും തങ്ങൾക്ക് ഇങ്ങനെ ഒരു നമ്മളെ സന്തോഷിപ്പിക്കാൻ ഒരു പാട്ട് പാടാൻ തങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ മനസ്സിൽ എത്രത്തോളം നിഷ്കളങ്കമായ ഒരു മനസ്സുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. തങ്ങളെ മനസ്സാണത്. നിങ്ങൾ ആരും സങ്കടപ്പെടരുത്. ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് ഈമാനുണ്ടെന്നാണ്. ഈമാനുള്ള അള്ളാനെ മാത്രമേ പേടിക്കാൻ പാടുള്ളൂ. ഈമാനുള്ളവന് അള്ളാനെ മാത്രം. ഈമാനുള്ള എന്തിനാണോ പേടിക്കുന്നത്? സത്യം, എന്ത് നഷ്ടങ്ങളാ, കേട്ടോ. ഒത്തിരി അനന്തഗോളങ്ങൾ ഈ ദുനിയാവിൽ കണ്ണിന് കാണാ ചൈരം മരണങ്ങൾ ഏറ്റിടും പൊരിയോനല്ല, ആടിമില്ല അഭിപായവനല്ല. കരയാനും പറയാനും മാനം ദൂരം നീരയ്ക്കാനും നീ അല്ലാതാരുമില്ല. ഒരാളിനോട് പറഞ്ഞു, തങ്ങളെ ഇങ്ങനെയൊക്കെ നമ്മളെത്തുന്ന വേറെ ഏതെങ്കിലും തങ്ങന്മാരോ ഒരു പണ്ഡിതനോ വന്ന് ഇത്രയും അടുത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ തങ്ങളെക്കുറിച്ചല്ലേ നിങ്ങൾ ഇങ്ങനെയും മോശപ്പെട്ടത് പറയുന്നത്? എനിക്കൊരു കാര്യം കേൾക്കണോ? മണ്ണാറക്കാട് ദാറുന്ന ഞാൻ പഠിക്കുമ്പോ
മൂക്കൊലിച്ച് കിടക്കുന്നൊരു പ്രായമൊക്കെ ഉണ്ടായിരുന്നു. മൂക്കൊലിക്കും ചൊറി ഉണ്ടായിരുന്നു. ആ ഒരു ബട്ടൺസ് ഇവിടെ ഇട്ടാ മറ്റേ ബട്ട വേറെ ഇടാ. അങ്ങനൊക്കെ ഉണ്ട് ജീവിതം. ജീവിതം ചെയ്യാത്ത ഒരു കാലിനൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും തിരിച്ചു പോവാൻ ഒരു മടിയുമില്ല. അതാണ് സത്യം. കേട്ടോ, തങ്ങള് മുകളിലേക്ക് പോകാനല്ല തങ്ങള് നോക്കുന്നത്. ഈമാനുള്ളവന്റെ ഖൽബിൽ അല്ലാഹു മാത്രമേ പേടിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് മുത്തുമണികളെ, ഈമാനുണ്ടോ അവര് വിജയിക്കും. ഭയപ്പെടേണ്ട, അവര് ജയിക്കും. അത് സത്യമല്ല പറഞ്ഞു. തെറ്റ് ചെയ്തിട്ടില്ല, ഭയപ്പെടരുത്. ഈമാനുണ്ടോ അല്ലാഹുവിന്റെ മാനത്ത്. സത്യം.